പദവിയും പത്രാസും സവിശേഷമായ അധികാരവുമൊക്കെ മനുഷ്യരെ എങ്ങനെയാണ് ആക്കി മാറ്റുന്നത് എന്ന് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൻ്റെ കസേരയിൽ അമർന്നിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് പെരുമാറാനാവൂ എന്ന് കൽപ്പിക്കപ്പെട്ട നിലയിലാണ് ബാക്കിയുള്ളവർ അതനുസരിക്കേണ്ടി വരുന്നത്. അതൊരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ജാതിയും മതവും വർഗവും വർണ്ണവും വംശീയതയും നോക്കി ചേർത്ത് പിടിച്ചും ഞെരിച്ചമർത്തിയും സ്നേഹിക്കേണ്ടവനോട് സ്നേഹം കാണിച്ചും ഇല്ലാത്തവൻ്റെ പള്ളയ്ക്ക് കുത്തിയും അധികാരത്തിൻ്റെ പള്ള വീർപ്പിച്ച് അമർന്നിരിക്കുമ്പോൾ ദുബായ് പോലീസിൻ്റെ മനോഹരമായൊരു ദൃശ്യം ഓണനാളിൽ സാമൂഹ്യ മാധ്യമത്തിൽ പുറത്തു വരികയുണ്ടായി. വളരെ ഭംഗിയുള്ളൊരു ദൃശ്യം. കാണണമത്. ഒരു നാടിൻ്റെ സംസ്കാരവും ഒരു വിശ്വാസത്തിൻ്റെ ആദർശവുമൊക്കെ അതിൽ കാണാൻ കഴിയും. ഇന്ന് വിദ്വേഷികൾ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിലുണ്ട്. ദേ കണ്ടു നോക്കൂ. ഒരു കുഞ്ഞിനെ ഒരു സംസ്കാരം പഠിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു പ്രതികരണം എന്താണുള്ളത്? ആ പ്രതികരണത്തിൻ്റെ ഭാഷ എന്താണ്? അധികാരത്തിൻ്റെ വാഹനത്തിൽ എല്ലാ അധികാര ചിഹ്നങ്ങളോടും കൂടി അമർന്നിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കാണുകയാണ്. ആ കുഞ്ഞിനോട് സ്നേഹമസൃണമായ പുഞ്ചിരിയോടെ കുശലാന്വേഷണം നടത്തുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനൊരു വാഹനം കൊണ്ട് നിർത്തി അത്തരത്തിൽ പെരുമാറുന്നവരുടെ എണ്ണം, അല്ലെങ്കിൽ ആ സംസ്കാരം, ആ രീതി, ഇതൊക്കെ എത്രത്തോളം അന്യം നിന്ന് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടോ ആ വാഹനത്തിൽ നിന്നിറങ്ങി ആ കുഞ്ഞിന് ഏറ്റവും സന്തോഷത്തോടെ ഒരു പാനീയം, ഒരു കുപ്പി, അത് സന്തോഷത്തോടെ നൽകുന്നു. എന്നിട്ട് തലയിൽ ചുംബിക്കുന്നു. സ്നേഹത്തോടെ കൈവീശി യാത്രയാകുന്നു. എത്ര മനോഹരമാണ് ഈ പറയുന്ന അധികാര സ്ഥാനങ്ങളുടെ അടയാളം. ഏത് സ്ഥാനത്ത് കയറിയിരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. തികച്ചും നിഷ്കളങ്കമായൊരു സ്നേഹമല്ലേ? ഒന്നിനുമല്ലാത്തൊരു സ്നേഹം. ഏതെങ്കിലും നേതാവിൻ്റെ മകളോടല്ല കാണിച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരമുള്ളവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന സ്നേഹപ്രകടനം ഉണ്ടല്ലോ, ചില കുഞ്ഞുങ്ങളെ വെച്ച് കളിക്കുന്നൊരു കളി. ആ കളിയല്ലിത്. പിന്നെ തൻ്റെ വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല, തൻ്റെ നാടുമായി ഒരു ബന്ധവുമില്ല. അവിടെ തൊഴിലിനായി എത്തിയവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളോ വരുന്ന മനുഷ്യരാണ്. അറബ് വംശീയതയല്ല ഈ പറയുന്ന കുഞ്ഞിനുള്ളത്, അല്ലെങ്കിൽ അറബ് സംസ്കാരവും പാരമ്പര്യവുമല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു മനോഹരമായ സന്തോഷത്തോടെ, ചെറുപുഞ്ചിരിയോടെ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച, അത് എത്ര ഭംഗിയുള്ളതാണ്. ഇതൊക്കെ മനുഷ്യർ പഠിക്കേണ്ടതല്ലേ? മനുഷ്യർ അറിയേണ്ടതല്ലേ? എന്തൊരു വിശ്വാസത്തിൻ്റെ ആദർശവും സംസ്കാരവുമാണ് ഈ പ്രവൃത്തി ചെയ്യിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഗൗരവത്തിൽ, കാർക്കശ്യത്തോടെ, വളരെ കടുപ്പത്തോടെ, കലിപ്പോടെ പലതും മുൻകൂട്ടി കരുതി മുൻവിധിയോടെ സമീപിക്കുന്നവരുടെ നാട്ടിൽ, ജാതിയും മതവുമൊക്കെ വേണമെങ്കിൽ ഇതിനിടയിൽ തിരയാവുന്നവരുടെ നാട്ടിൽ സ്നേഹത്തോടെ പങ്കുവെക്കുന്ന ആ കാഴ്ച, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അഭിനന്ദിക്കപ്പെടേണ്ടതാണ്, ആവർത്തിച്ച് പറയേണ്ടതാണ്.